സെലക്ഷനിൽ ലാലേട്ടനെക്കാളും നന്നായിട്ട് പോകുന്ന മമ്മൂക്കയാണ്. പക്ഷെ അഭിനയത്തിൽ ലാലേട്ടൻ തന്നെയാണ് ഇപ്പോഴും മുന്നിൽ. അങ്ങനത്തെ നമ്മുടെ മിഥുൻ ദോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മമ്മൂട്ടിക്ക് ഇപ്പോൾ ഒരു വല്ലാത്തൊരു ഫ്രീഡം ഉണ്ട്. കിട്ടണത് ഏത് ടൈപ്പാണെങ്കിലും പുള്ളി എടുക്കും. കാരണം പുള്ളിയുടെ ആ ഒരു ലൈക്ക് 73 years ആയപ്പോൾ പുള്ളിക്ക് ഇനി എന്ത് വേണം എടുക്കാം. കാരണം പുള്ളി എല്ലാ സിനിമയും എല്ലാവർക്കും വേണ്ടിയുള്ളതല്ല. എനിക്ക് ഇഷ്ടപ്പെടുന്ന ആയിരിക്കും ലിനു ഇഷ്ടപ്പെടുന്നത്, അതായിരിക്കും അക്ഷയ് ഇഷ്ടപ്പെടുന്നത്. സോ അപ്പോൾ ഇഷ്ടപ്പെട്ടില്ലെന്ന് പറയുകയാണെങ്കിൽ റെസ്പെക്ട് തരാം. പക്ഷെ എന്താ കാരണം കൂടി അറിഞ്ഞാൽ കൊള്ളായിരുന്നു. കാരണം വെച്ചാൽ അല്ല, അങ്ങനെ പ്രശ്നമൊന്നുമില്ല കേട്ടോ. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയതുകൊണ്ട് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് മൂവീസ് തിയേറ്ററിൽ ആദ്യമായിട്ടാണ്. അതിപ്പോഴത്തെ പുതിയ ജനറേഷനുള്ള അനുഭവമായി. പിന്നെ ഒരു കാര്യം പറഞ്ഞതേ, ആ ഒരു ആസ്പെക്ട് റേഷ്യോന്റെ കാര്യമാണ്. അത് അവർ പീരിയോഡിക്ക് പിടിച്ചുകൊണ്ടാണ് അങ്ങനെ ഒരു ആസ്പെക്ട് റേഷ്യോയിൽ പിടിച്ചേക്കുന്നത്. എന്താ വെച്ചാൽ തിയേറ്ററിൽ കാണുമ്പോൾ നമുക്കറിയാം, സ്ക്രീൻ നമുക്ക് തിയേറ്ററിൽ ഫുൾ സൈസ് ആയിരിക്കും. ബ്ലാക്ക് ബാർ ഉണ്ടാവും. അതാണ് ആസ്പെക്ട് റേഷ്യോ. സ്കോപ്പ് അല്ല, ആദ്യം ഫോക്കസ് ആകുമ്പോൾ നമുക്ക് കുറച്ച് തോന്നും. പക്ഷെ പിന്നീട് ഒരു 15 മിനിറ്റ് നമുക്ക് ഒരു ഫീൽ കിട്ടും. അത് ഷോർട്സ് അതൊക്കെ നല്ലായിരുന്നു. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ലൈക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഞങ്ങളാരും അല്ല, ഈ ജനറേഷനിൽ ആരും അങ്ങനത്തെ പടം ലൈക്ക് സിനിമയില് പണ്ട് ഇപ്പൊ ഫ്ലാഷ് ബാക്ക് കാണിക്കുമ്പോ ഒരു 2 സീൻസ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ്, ഇത് ഫുൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ്. പക്ഷെ അതിന് ഇമ്പാക്ട് ഇതിനകത്തുണ്ട്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങൾ കേട്ടോ, എല്ലാവർക്കും അല്ല, ചിലപ്പോൾ ഇപ്പൊ ലിബിന് ഡിഫറെന്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. മഴ പെയ്യുന്നൊക്കെ സീനൊക്കെ ഉണ്ട്, അതൊക്കെ നല്ല രസമുണ്ട്. അതിന്റെ സൗണ്ടും വരുമ്പോ മേക്കിംഗ് വൈസ് ക്വാളിറ്റി ഒരു രക്ഷയില്ല. നമുക്ക് എടുത്തു പറയണെന്ന് വെച്ചാൽ ആർട്ട് ഡിപ്പാർട്ട്മെന്റ് പിന്നെ ആ ഡീറ്റെയിലിംഗ്, ആർട്ടിലൊക്കെ ഉള്ള ഡീറ്റെയിലിംഗ് എന്ന് പറഞ്ഞാൽ അത്രയും അങ്ങനെ കിടക്കുന്ന ഒരു കാണിക്കുമ്പോൾ അവിടെ ഉള്ള എല്ലാ ലൈക്ക് ഡീറ്റെയിലിംഗ് ഭയങ്കര ഡീറ്റെയിലിംഗ് ആണ്. അടിപൊളിയായിട്ട് കാണിച്ചിട്ട് ആ ഡീറ്റെയിലിംഗ് ഒക്കെ വളരെ ഗംഭീരമായിട്ട്. പിന്നെ മഴ കഴിഞ്ഞിട്ട് മഴ തോരുന്ന ആ ഒരു സീൻസ് ഒക്കെ എല്ലാം നമുക്ക് ശരിക്കും ഒരു ഫീൽ, ഒരു മഴ കഴിഞ്ഞൊരു ഫീൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ അവിടെ ആണെന്നുള്ളൊരു, അതാണ് ഞാൻ പറഞ്ഞത്. ആ സൗണ്ട് ഡിസൈനിന്റെ ഒക്കെ ഒരു ക്വാളിറ്റിയാണ് ഭയങ്കര. വിഷ്വലിയും സൗണ്ട് ഡിസൈനും എല്ലാം. അവിടെ ഒരു മാസം പൂട്ടി കിടക്കുകയാണ് ഇതിന് വേണ്ടിയിട്ട്. ബ്രഹ്മത്തിന്റെ ഷൂട്ടിംഗ് നടക്കുകയാണ്, വിസിറ്റേഴ്സിന് പ്രവേശനം. അല്ല, അതിന്റെ കാണാനുണ്ടോ അത് ആ രീതിക്ക് അങ്ങനെ കൺവേർട്ട് ചെയ്ത് എടുത്തിട്ട് ഓരോ പുല്ല് പോലും അവിടെ റോളുണ്ട്. അതെ, അതിന് മുറ്റത്ത് തന്നെ മറ്റേ അതായത് ഒരാൾ പൊക്കത്തിനുള്ള പുല്ലാണ് അല്ലെ, ഒരാളവിടെ നിന്നാ കാണാൻ പറ്റില്ല. ആ രീതിക്ക് പുല്ലാണ് അങ്ങനെയൊക്കെ ഞാൻ വിചാരിച്ചു. പക്ഷെ അത് ആ കഥയോട് ചേർന്ന് പോണ ക്ലൈമാക്സിൽ പറയുന്നുണ്ട്, ഈ മനയിൽ വന്ന ആരും തിരിച്ചു പോയിട്ടില്ല. അതൊക്കെ വരുമ്പോ പിന്നെ കൃത്യമായിട്ട് ആ പുല്ലിന്റെ ഒക്കെ അവസ്ഥ പോലും നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പറയുന്നുണ്ട് അങ്ങനെ കൺവിൻസ് ആവുന്നുണ്ട്. മാവ് പോലും പോത്തിട്ടില്ല എന്ന് പറയുന്നത്. ക്വാളിറ്റി വൈസ് ഞാൻ പറയാം, മലയാളത്തിൽ എടുത്ത് കാണിക്കാൻ പറ്റിയ, അല്ലെങ്കിൽ ഇതാണ് മലയാള സിനിമ, ലൈക്ക് ഇതൊരു മലയാള സിനിമയാണെന്ന് കാണിക്കാൻ പറ്റിയ ഒരു ഇതാണ്. ഇങ്ങനെ ആയിരുന്നു മലയാള സിനിമ, അങ്ങനെയാണ് പറയാം. അത് എന്താ പറയാ, കാരണം നമ്മളിപ്പോ നമുക്കടെ ലാസ്റ്റ് പടം കണ്ടതിലും എൻ്റയർലി ഡിഫറെന്റ് ആയിട്ടൊരു ജോണറിൽ ഒരു സ്ക്രിപ്റ്റ് ആണ് സെലക്ഷൻ ചെയ്തേക്കുന്നത്. അടുത്ത പടം ടർബോ ആണ്. അതും ഇതിലും ഡിഫറെന്റ് ആയിട്ടൊരു ആക്ഷൻ കോമഡി, അങ്ങനെ ഒരു പടം. നമുക്ക് ഇത്രയും നാളായിട്ടും നമുക്കൊരു ഈ പറഞ്ഞ മടുപ്പ് തോന്നുന്നില്ല, വ്യത്യസ്തത തോന്നുന്നു. അതിന് 70 വയസ്സിലും കണ്ടിട്ട് നമ്മള് ഞെട്ടുമ്പോന്ന് പറയുമ്പോ ആ ഒരു ഇമ്പാക്ട്. ഞാൻ ഹാർഡ് കോർ ലാലിന്റെ ഫാനാണ്, പക്ഷെ എങ്കിലും പറയാണ്ടിരിക്കാൻ വയ്യ. പുള്ളിയുടെ ആ ഒരു എനിക്ക് ഭയങ്കര ഇഷ്ടമായത്, പ്രത്യേകിച്ച് ക്യാരക്ടേഴ്സ്. ആ ക്യാരക്ടർ പുള്ളി ചെയ്ത രീതി, ഓരോ ചേഷ്ട, ചിരി എല്ലാം അടിപൊളിയായിരുന്നു. വളരെ ശ്രദ്ധിച്ചാണ് ചെയ്തേക്കുന്നത്. അല്ല, ഈ സ്ക്രിപ്റ്റ് സെലക്ഷനിൽ ലാലേട്ടനെക്കാളും നന്നായിട്ട് പോകുന്ന മമ്മൂക്കയാണ്. പക്ഷെ അഭിനയത്തിൽ ലാലേട്ടൻ തന്നെയാണ് ഇപ്പോഴും മുന്നിൽ. അങ്ങനത്തെ റോൾസ് കിട്ടിയാൽ നന്നായിട്ട് ചെയ്യും. മമ്മൂക്കയുടെ ലാലേട്ടനാണ് കുറച്ച് നന്നായി എനിക്ക് തോന്നുന്നു. കാരണം അങ്ങനത്തെ റോൾസ് ചെയ്യാൻ ലാലേട്ടനാണ് കുറച്ചും എടുക്കാൻ. പിന്നെ മമ്മൂക്ക ഇപ്പം ലാലേട്ടൻ ഇപ്പം 80-90 ലാലേട്ടനാണെങ്കിൽ ഇപ്പോൾ മമ്മൂട്ടിയാണ് പറയാം. പുള്ളിയുടെ കരിയർ ബെസ്റ്റ് ടൈമാണ്. എല്ലാം ഡിഫറെൻറ്റ് ജോണ്ടറാണ്. ഇങ്ങനെ 80s 90s മോളെ ചെയ്തുകൊണ്ടിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ മമ്മൂക്കയാണ് അങ്ങനെ ചെയ്യുന്നത്. അല്ല, അത് പറയാൻ കാണിച്ചാൽ നമ്മുടെ മിഥുൻ ദോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മമ്മൂട്ടിക്ക് ഇപ്പോൾ ഒരു വല്ലാത്തൊരു ഫ്രീഡം ഉണ്ട്. കിട്ടണത് ഏത് ടൈപ്പാണെങ്കിലും പുള്ളി എടുക്കും. കാരണം പുള്ളിയുടെ ആ ഒരു
ലൈക്ക് 73 years ആയപ്പോൾ പുള്ളിക്ക് ഇനി എന്ത് വേണം എടുക്കാം, കാരണം പുള്ളി ഹാസ് കവേർഡ് ഓൾമോസ്റ്റ് എവറിഥിങ്. സോ പക്ഷേ ഇപ്പോൾ ലാലേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ആക്ച്വലി ഒരുപാട് ഹൈ ബഡ്ജറ്റ് സിനിമകളിൽ ലാലേട്ടൻ, കാരണം ലാലേട്ടൻ്റെ ആ ഒരു അതെ, പക്ഷേ ലാലേട്ടൻ്റെ ആ ഒരു ടൈമും മമ്മൂട്ടിയുടെ ആ ഒരു ടൈമും ഭയങ്കര ഡിഫറെൻ്റാണ്. കാരണം മമ്മൂട്ടി എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് കവേർഡായി. ഇനിയിപ്പോൾ മമ്മൂട്ടി തന്നെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് എനിക്കിനി സിനിമയിൽ നിന്ന് നേടാനൊന്നുമില്ല. അതുകൊണ്ട് തന്നെ മമ്മൂക്ക് തിരഞ്ഞെടുക്കുന്ന റോൾസും ആ ഒരു ഇതിൽ വന്നിട്ടുണ്ട്. പിന്നെ മോഹൻലാൽ അങ്ങനെയല്ല, കുറച്ച് ബിസിനസ് സെൻസ് ആ പുള്ളിയുള്ള ടൈപ്പാണ് പുള്ളി സിനിമയെ കാണുന്നത്. മമ്മൂക്ക കഴിഞ്ഞ 3 വർഷം എടുത്ത് എല്ലാം സെലക്ഷൻ്റെ പ്രശ്നമാണ്. കാരണം വേറെ ആൾ പറയണത് മൂപ്പർ കേൾക്കുന്ന രീതിക്കാണ്. ഇപ്പോൾ പുതുമുഖ നായകന്മാർക്ക് സംവിധായകർക്ക് ഏറ്റവും കൂടുതൽ ഡേറ്റ് കൊടുക്കുന്ന ആൾ മമ്മൂക്കയാണ്. അതുപോലെ ഒരു ലാലേട്ടൻ അതുപോലെ ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ ഇതേപോലത്തെ ഹിറ്റുകൾ ഇങ്ങനെ വെറൈറ്റി ഇപ്പോൾ റീസെൻ്റ്ലി ചെയ്ത പടങ്ങളല്ല മമ്മൂക്കയുടെ വരുന്നത്, ഒക്കെ എൻ്റെ വ്യത്യാസമുള്ളതാണ്, ഡിഫറൻ്റ് ആയിട്ടുള്ളതാണ്. അതേപോലത്തെ ഒരു ചെറിയ രീതിക്ക് വ്യത്യസ്തമായിട്ടുള്ള പടങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ലാലേട്ടനും ഇതേ രീതിക്ക് തന്നെ എത്താം, ആ പഴയ ലാലേട്ടനായി വരാം. അങ്ങനെ വരട്ടെ എന്ന് ആശംസിക്കാം. നമുക്ക് എല്ലാവരും പ്രതീക്ഷയാണ് മമ്മൂട്ടിയുടെ ഇത്ര നാളും ക്ലാസ് പടങ്ങൾ വന്നുകൊണ്ടിരുന്നത് ആക്ടിങ് ഓർഡർ റോൾസ് ആണ്. ഇനി ടർബോവും മഷൂക്കിയുടെ വളരെ മാസ് ഓറിയൻറ്റഡാണ്. അങ്ങനെ മാസും ക്ലാസ്സും എല്ലാം ചെയ്യുന്നുണ്ടല്ല മമ്മൂക്ക. പക്ഷേ ലാലേട്ടനും ഇങ്ങനെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. എന്തായാലും വരും. ലാലേട്ടൻ ഇനി മോർ മാസാണ്, ക്ലാസ് വരുന്നില്ല. എല്ലാവരും നല്ല ആക്ടേഴ്സാണ്. അങ്ങനെ ഒരു പടം കണ്ടു, ബ്രഹ്മഗീർ കണ്ടിട്ട് ഒരാൾ പറയാൻ ഇഷ്ടപ്പെട്ടില്ലെന്ന് പറയുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും താങ്കളുടെ റെസ്പോൺസ്? ഞാൻ ചോദിച്ചു. അത് പബ്ലിസിസ്റ്റിന് വേണ്ടി പറയാനായി. പടം നല്ല പടം തന്നെയാണ്. പിന്നെ ഒരു പടവും എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടില്ല. അല്ല, ഒരു മൂവി എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല. ഓരോരുത്തരുടെ അനുഭവം ഓരോ രീതിയിലാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. പിന്നെ ചിലര് ശ്രദ്ധ കിട്ടാൻ വേണ്ടി നെഗറ്റീവ് പറയും. ആരിലാണെങ്കിൽ എനിക്ക് തോന്നുന്നു നമുക്ക് എല്ലാ പ്രേക്ഷകരെയും എല്ലാ സിനിമയും എല്ലാവർക്കും വേണ്ടിയുള്ളതല്ല. എനിക്ക് ഇഷ്ടപ്പെടുന്ന ആയിക്കൽ ലിനു ഇഷ്ടപ്പെടുന്നത്, അതായിരിക്കും അക്ഷയ് ഇഷ്ടപ്പെടുന്നത്. സോ അപ്പോൾ ഇഷ്ടപ്പെട്ടില്ലെന്ന് പറയുകയാണെങ്കിൽ റെസ്പെക്ട് ആണ്. പക്ഷെ എന്താ കാരണം കൂടി അറിഞ്ഞാൽ കൊള്ളായിരുന്നു. കാരണം ചിലർക്ക് അപ്പോൾ കണക്ട്, ഇപ്പം എൻ്റെ അടുത്ത ആൾ പറഞ്ഞു എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, കണക്ട് ആയില്ല എന്നുള്ളതിൽ പറഞ്ഞു. കണക്ട് ആവുന്നതുകൊണ്ടായിരിക്കാം ഓക്കെ സമ്മതിച്ചു. പക്ഷെ എനിക്ക് പക്ഷേ അത് ആ കാലഘട്ടത്തിന്റെ അതിലേക്ക് പോണ ഒരു ഇതായിരിക്കുള്ളൂ. കാരണം ബ്ലാക്ക് ആൻഡ് വൈറ്റും ആണ് ആ കാലഘട്ടം. ഏറ്റവും കൂടുതൽ ആർട്ട് മൂവീസ് മമ്മൂട്ടിയാണ്. പക്ഷെ മമ്മൂട്ടിയുടെ ആർട്ട് മൂവീസ് പറഞ്ഞാൽ അങ്ങനെ സ്ലോ അല്ല, അത്രയും ലാഗ് വരില്ല. ഇപ്പോൾ വാലിബ് നല്ലൊരു ഫിലിമായിരുന്നു, പക്ഷെ ലാഗ് വന്നു. ആ ഒരു ലാഗ് മമ്മൂട്ടിയുടെ പടങ്ങൾ വരുന്നില്ല ആർട്ട് ഫിലിംസിൽ. മുന്നറിയിപ്പ് ഏത് മൂവി എടുത്താലും ഏറ്റവും കൂടുതൽ ആർട്ട് മൂവീസ് ചെയ്തതുകൊണ്ട് പുള്ളിയാണ്. എന്തായാലും പുള്ളി കമലഹാസൻ പണ്ട് എക്സ്പെരിമെൻ്റ് പോലെ എക്സ്പെരിമെൻ്റ് ചെയ്യാണ്. എല്ലാ എക്സ്പെരിമെൻറ്റും വിജയിക്കുകയാണ്. അപ്കമിങ് ഇറങ്ങാൻ പോകുന്ന പടങ്ങളൊക്കെ ഇനിയിപ്പോൾ ഹിറ്റില്ല. ഇപ്പോൾ അടുത്ത നെക്സ്റ്റ് വീക്കിലാണ് മഞ്ഞുമൽ ബോയ്സ്. പ്രേമലു ഫാമിലി ഓഡിയൻസ് ലൈക്ക് സൂപ്പർ ഹിറ്റ് ആണ് ഓൾറെഡി, ഒത്തിരി എൻജോയ് ചെയ്യാനുള്ളതുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ അനീഷിമ കണ്ടെത്തും നല്ലൊരു ഇൻവെസ്റ്റിഗേറ്ററിലാണ്. അതും ഈ പറഞ്ഞ പഴയ കാലഘട്ടമാണ്. ഇപ്പം നാളെ ബിജുമേനെ തുണ്ടിറങ്ങുന്നുണ്ട്, മഞ്ഞുമൽ ബോയ്സ് ഇറങ്ങുന്നുണ്ട്. സോ ഫെബ്രുവരി മലയാള സിനിമയ്ക്ക് നല്ലൊരു മാസമാവട്ടെ, നല്ലൊരു സമയമാണ്. മമ്മൂക്കയുടെ ഇപ്പോൾ ശ്രദ്ധ പോയ സിനിമയിൽ തന്നെയാണ്. പക്ഷെ ലാലേട്ടൻ അങ്ങനെയല്ല, പല കാര്യത്തിൽ ഇതുപോലെയുണ്ടാവാം. ഈ സിനിമയിൽ അധികം ശ്രദ്ധ കിട്ടുന്നില്ല. എനിവേ ലാലേട്ടനും വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. മഞ്ഞുമൽ ബോയ്സ് ചെറുപ്പക്കാരുടെ പടമായ കാരണം യൂത്ത് ഈ ജനറേഷന്റെ പൾസ് അല്ല ക്ലാഷ് ആവട്ടെ, മലയാള സിനിമ വിജയിക്കട്ടെ, ക്ലാഷായി വരട്ടെ. നല്ല സിനിമ വന്നാൽ എല്ലാവരും കാണും. അത് ഇത് നല്ല സിനിമ വന്നുകൊണ്ട് മറ്റേ സിനിമ നല്ല അല്ലെങ്കിൽ വിജയിക്കാതിരിക്കില്ല, രണ്ടും വിജയിക്കുകയും ചെയ്യും. ഇപ്പൊ പണ്ടത്തെ ഓണക്കാലത്തൊക്കെ പറയുമ്പോൾ എന്തോരം നല്ല സിനിമ ഇറങ്ങണത്. എനിക്ക് ഓർമ്മയില്ല, പഞ്ചാബി ഹൗസിനോട് തന്നെ ഇറങ്ങിയ വേറെ കുറെ പടങ്ങൾ എല്ലാം ഹിറ്റായതാ. സോ നല്ല പടമാണെങ്കിൽ പടം എന്തായാലും ഹിറ്റായി, ആൾക്കാർ സ്വീകരിക്കും. കാരണം ഞാൻ പ്രേമലു ഇപ്പൊ ഇറങ്ങിയിട്ട് 3-4 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ പ്രേമലുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സെക്കൻഡ് ഹാഫിലൊക്കെ കോമഡി ചിരിച്ച് കണ്ണീന്ന് വെള്ളം വരില്ലേ, ആ ഒരു രീതിയിൽ ക്ലൈമാക്സ് ഒക്കെ വന്നിട്ടുണ്ട്. ടോമിന്റെ പടവും നല്ലതാണ്, അന്വേഷിച്ചും കണ്ടത് നല്ല പടമാണ്. കുറച്ച് സ്ലോ പേസിൽ പോകുന്നതല്ലോ, നല്ല മൂവിയാണ്. പക്ഷെ അതും ഈ പറഞ്ഞ പോലെ പഴയ കാലഘട്ടം അങ്ങനെ. 4.5 out of 5. ഞാൻ 4 കൊടുക്കുള്ളൂ. അത് എൻ്റെ ഒരു ഇതിൽ മാത്രം ബ്ലാക്ക് ആൻഡ് വൈറ്റിന്റെ പ്രശ്നമാണ്. ഞാൻ ഒരു 4 കൊടുക്കുന്നു. ഞാൻ 4. താങ്ക് യു.